പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ആർമി ചീഫ് അസിഫ് മുനീർ പ്രസിഡന്റ് ട്രംപിന്റെ ഓവൽ ഓഫീസിൽ വാം വെൽക്കം. അതായത് അമേരിക്ക കംപ്ലീറ്റ് യു ടേൺ അടിച്ചു. 2017 ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയ സമയത്ത് അമേരിക്കയിൽ പോകുന്നത്. അതും അവരുടെ നാഷണൽ എയർക്രാഫ്റ്റിലൊന്നുമല്ല, കാരണം അവിടെ സാമ്പത്തികം വളരെ മോശം. ഖത്തറിൽ പോയിട്ട് ഖത്തർ എയർവേസിലാണ് അദ്ദേഹം അമേരിക്കയിൽ ചെല്ലുന്നത്. അതായത് 2017 ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനും കാട്ടിയ ഡിപ്ലോമസി അതിശക്തമായിരുന്നു പാകിസ്ഥാനെതിരെ ഗ്ലോബലി. അത് നമ്മൾ കൈയടിക്കേണ്ടത് തന്നെയാണ്. പാകിസ്ഥാനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒറ്റപ്പെടുത്തി. അമേരിക്കയിൽ മാത്രം, അമേരിക്ക പോലും അടുപ്പിച്ചില്ല, യൂറോപ്യൻ രാജ്യങ്ങൾ അടുപ്പിച്ചില്ല, ഏഷ്യൻ രാജ്യങ്ങൾ അടുപ്പിച്ചില്ല, പാകിസ്ഥാനെ അടുപ്പിച്ചില്ല. അതിലും മോദി ചാമ്പ്യൻ തന്നെയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ 2025 ഓപ്പറേഷൻ സിന്ദൂർ കംപ്ലീറ്റ് യു ടേൺ അടിച്ചു. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലി പോയി പോലും പ്രസംഗിക്കുവാനുള്ള നാണക്കേട്.